എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിക്രമാദിത്യ കഥകളിലെ മറ്റൊരു കഥയായ വിദ്യാസാഗരൻ എന്ന കഥയാണ്. ഒന്നാം സാലഭഞ്ജിക പറഞ്ഞു, അല്ലയോ ഭോജരാജൻ, അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും പണ്ട് പാടലീപുത്രം എന്ന രാജ്യത്തിൽ വിദ്യാസാഗരൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം ബാല്യത്തിൽ തന്നെ 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, 28 ആഗമങ്ങൾ, 64 കലാവിദ്യകൾ എന്നിവയിൽ അസാമാന്യ പാണ്ഡിത്യം ആർജിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. പ്രത്യുത ജ്ഞാനം വർദ്ധിക്കും തോറും ജ്ഞാനതൃഷ്ണയും വർദ്ധിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ലോകത്തിലുള്ള സകല വിജ്ഞാനവും ആർജിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം. അതിലേക്ക് വേണ്ടി അദ്ദേഹം ബ്രഹ്മചര്യാനിഷ്ഠനായി വിജ്ഞാനാർജനത്തിനുള്ള ഒരു ഗുരുവിനെ തേടി നാടുവിട്ടിറങ്ങി. അദ്ദേഹം പല ദിക്കുകളിലും സഞ്ചരിച്ചു. പക്ഷേ തൻ്റെ ആഗ്രഹസാധ്യത്തിന് ഉതകുന്ന ഒരു ഗുരുഭൂതനെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് ഏതും സാധ്യമായില്ല. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം ഒരു കുന്നിൻ ചരിവിലുള്ള ഒരു കാനനത്തിൽ എത്തിച്ചേർന്നു. യാത്രാക്ഷീണം കൊണ്ട് അവശനായി തീർന്ന അദ്ദേഹം ഒരു തടാകത്തിലെ ശുദ്ധജലം കുടിച്ച് ദാഹശാന്തി വരുത്തി ഒരു വലിയ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശയിച്ചു. അല്പസമയത്തിനുള്ളിൽ നിദ്രാധീനനായി തീരുകയും ചെയ്തു. പ്രസ്തുത അരയാൽ വൃക്ഷത്തിന്മേൽ ഒരു ബ്രഹ്മരക്ഷസ് ഇരിപ്പുറപ്പിച്ച് തപോനിഷ്ഠനായി കഴിയുകയായിരുന്നു. യഥാർത്ഥത്തിൽ മഹാജ്ഞാനിയായിരുന്ന ഒരു ദിവ്യൻ്റെ പ്രേതം ബ്രഹ്മരക്ഷസായി രൂപാന്തരപ്പെട്ടതായിരുന്നു അത്. കോമളനും തേജസ്വിയുമായ ഒരു ബ്രാഹ്മണ യുവാവ് വെറും തറയിൽ ശയിച്ചുറങ്ങുന്ന കാഴ്ച അദ്ദേഹത്തെ ജിജ്ഞാസുവാക്കി തീർത്തു. നേരം മധ്യാഹ്നമായിരുന്നു. വിധിപ്രകാരമുള്ള മധ്യാഹ്ന തപസ് കഴിഞ്ഞ് ബ്രഹ്മരക്ഷസ് വൃക്ഷത്തിന് നിന്ന് കീഴെ ഇറങ്ങി. വിവരം ചോദിച്ചറിയാമെന്ന് കരുതി യുവാവിനെ വിളിച്ചുണർത്തി. അദ്ദേഹം ചോദിച്ചു, ഹേ സാധുവായ ബ്രാഹ്മണ യുവാവേ, അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? അങ്ങ് എന്താണ് ഏകനായി വെറും തറയിൽ കിടന്നുറങ്ങുന്നത്? അങ്ങയുടെ ചരിത്രവും ഈ അവശതയ്ക്കുള്ള ഹേതുവും എന്നെ അറിയിക്കുക. വിദ്യാസാഗരൻ കണ്ണുമിഴിച്ച് ആഗതനെ നഖശിഖാന്തം വീക്ഷിച്ചു. ഭീകരാകാരത്തോടുകൂടി ജടാധാരിയായ ഒരു ഉഗ്രരൂപം തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതാരായിരിക്കുമെന്ന് അറിയാൻ കഴിയാതെ ബ്രാഹ്മണ യുവാവ് അല്പസമയം സംഭ്രാന്തനായി സ്ഥിതി ചെയ്തു. അനന്തരം വിവിധ വികാരാധീനനായി പിടഞ്ഞെഴുന്നേറ്റ് ഉപചാരപൂർവം ബ്രഹ്മരക്ഷസിനെ നോക്കി പറഞ്ഞു, അങ്ങ് ആരായിരിക്കുമെന്ന് എനിക്ക് ഒരു ഊഹവും കിട്ടുന്നില്ല. ഞാൻ ഒരു ബ്രാഹ്മണ യുവാവാണ്. പേര് വിദ്യാസാഗരൻ. പല ദിക്കുകളിലും സഞ്ചരിച്ച് ഈ ഏകാന്ത സ്ഥലത്ത് എത്തിച്ചേർന്നു. പ്രാപഞ്ചികമായ സകല വിജ്ഞാനങ്ങളും ആർജിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. യാത്രാക്ലേശത്താൽ അല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി ഈ അരയാലിൻ്റെ ചുവട്ടിൽ ശയിച്ചു. ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകുകയും ചെയ്തു. ഉറക്കത്തിൽ ആരോ വിളിച്ചുണർത്തിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഉണർന്നു നോക്കിയപ്പോൾ അങ്ങ് മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങ് ആരായിരിക്കുമോ? ഞാൻ ഇതുവരെയും ആർജിച്ചിട്ടില്ലാത്ത വിജ്ഞാന ഭാഗങ്ങൾ എന്നെ അഭ്യസിപ്പിച്ചു തരണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞാൻ വളരെ കാലം എൻ്റെ ആഗ്രഹസാധ്യത്തിന് ഉതകുന്ന ഒരു ഗുരുവിനെ തേടി നടന്നു. എൻ്റെ ഉദ്യമങ്ങളെല്ലാം വിഫലമായി തീരുന്നതേയുള്ളൂ. അങ്ങെങ്കിലും എൻ്റെ ആഗ്രഹ നിവൃത്തി വരുത്തി തരണം. ബ്രഹ്മരക്ഷസ് മറുപടി പറഞ്ഞു, അങ്ങയുടെ വിജ്ഞാന തൃഷ്ണയിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എനിക്ക് അങ്ങയെ അതിഗഹനങ്ങളായ വിജ്ഞാനം അഭ്യസിപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം. എൻ്റെ ശിക്ഷണത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം എൻ്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുവർത്തിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം എൻ്റെ അധ്യാപനം കൊണ്ട് അങ്ങയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഞാൻ അങ്ങയുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുവർത്തിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകുന്നു. ശരി, നിങ്ങൾ 6 മാസം എന്നോടൊപ്പം താമസിക്കണം. അത്രയും കാലം നിരാഹാരവ്രതം അനുഷ്ഠിക്കുകയും വേണം. വിശപ്പോ ദാഹമോ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ദിവ്യശക്തിയുള്ള ഒരു മന്ത്രം ഞാൻ ഉപദേശിച്ചു തരുന്നുണ്ട്. ഈ വ്യവസ്ഥ നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം ഞാൻ എനിക്കറിവുള്ളതും അത്യത്ഭുത സിദ്ധികളുള്ളതുമായ വിജ്ഞാനം നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. വിദ്യാസാഗരൻ
വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി സമ്മതിച്ചു. അനന്തരം രണ്ടുപേരും ഒന്നിച്ച് അരയാൽ വൃക്ഷത്തിൽ കയറി. ബ്രഹ്മരക്ഷസ് പൂർവ്വസ്ഥാനത്തും വിദ്യാസാഗരൻ അതിന് താഴെ ഒരു ശാഖയിലും ഇരിപ്പുറപ്പിച്ച് യഥാവിധി വിദ്യോപദേശവും ആരംഭിച്ചു. ബ്രഹ്മരക്ഷസ് ഉപദേശിക്കുന്ന വിദ്യകളും മന്ത്രങ്ങളുമെല്ലാം ബ്രാഹ്മണ യുവാവ് പഠിക്കുക മാത്രമല്ല, അരയാലിലയിൽ കുറിച്ചെടുത്ത് ഗ്രന്ഥരൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മരക്ഷസ് വ്യവസ്ഥ ചെയ്തിരുന്ന പ്രകാരം 6 മാസക്കാലം അവരുടെ ഗുരുശിഷ്യ ബന്ധം തുടർന്നു. അവർക്ക് വേർപെടാനുള്ള സമയം സമാഗതമായി. ഒരു സുപ്രഭാതത്തിൽ ഗുരു ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, വത്സ, നമ്മുടെ വ്യവസ്ഥയനുസരിച്ചുള്ള 6 മാസം ഇതാ പൂർത്തിയാകുന്നു. അങ്ങ് ഒരു മാതൃകാ ശിഷ്യൻ എന്ന പേർ ആർജിച്ചിരിക്കുന്നു. ഇനി എനിക്ക് അവിടെ ഒരു നിമിഷവും താമസിക്കുവാൻ നിർവാഹമില്ല. ഇന്ന് ഉച്ചയോടുകൂടി ഞാൻ പരലോകത്തിലേക്ക് യാത്രയാണ്. നമ്മുടെ വ്യവസ്ഥയനുസരിച്ച് അങ്ങയുടെ വിദ്യാഭ്യാസനം പൂർത്തിയായിരിക്കുന്നു. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടും ആത്മസംതൃപ്തിയോടും അങ്ങ് മനസ്സിനിണങ്ങിയ കന്യകയെ വിവാഹം കഴിച്ച് ജീവിത കർത്തവ്യങ്ങൾ നിർവഹിച്ച് അനന്തമായ യശസ്സും പുണ്യവും ആർജിച്ചാലും എൻ്റെ വേർപാട് അങ്ങയെ ഒരു തരത്തിലും കുണ്ഠിതപ്പെടുത്തുകയില്ലെന്നും വിശ്വസിക്കട്ടെ. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം ശിഷ്യനെ ഹൃദയംഗമമായി അനുഗ്രഹിച്ചു. അടുത്ത യാമത്തിൽ അദ്ദേഹം സമാധിയിൽ ലയിച്ച് പരലോകത്തേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്തു. ഗുരുനാഥൻ്റെ യാത്രാവചസ്സുകൾ ശിഷ്യനെ ഏറ്റവും വിഷാദിപ്പിച്ചെന്ന് പറയേണ്ടതില്ലല്ലോ. എങ്കിലും അനന്തമായ വിദ്യാസമ്പത്തിൻ്റെ ആർജനം അദ്ദേഹത്തെ അതീവ സന്തുഷ്ടനാക്കി തീർത്തു. ഇനിയും തൻ്റെ പര്യടനം തൽക്കാലം തുടരേണ്ട ആവശ്യമില്ലെന്ന് നിശ്ചയിച്ച് അദ്ദേഹം സ്വദേശത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചു. കൈവശം അരയാലിലെ ഗ്രന്ഥവും ഉണ്ടായിരുന്നു. വനപ്രദേശങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് കഠിനമായ വിശപ്പും ദാഹവും അവശനാക്കി. കാലാവധി കഴിഞ്ഞതോടുകൂടി ബ്രഹ്മരക്ഷസ് ഉപദേശിച്ചിരുന്ന മന്ത്രത്തിൻ്റെ ശക്തി നശിച്ചതായിരുന്നു ഇതിന് ഹേതു. ഏതും കൂസാതെ തികഞ്ഞ ആത്മധൈര്യത്തോടുകൂടി ബ്രാഹ്മണ യുവാവ് യാത്ര തുടർന്നു. സന്ധ്യയോടടുത്ത് അദ്ദേഹം കലിംഗദേശത്ത് എത്തിച്ചേർന്നു. മുമ്പോട്ട് ഒരടി പോലും വയ്ക്കുവാൻ ശക്തിയില്ലാതെ തളർന്ന് അവശനായി തീർന്ന അദ്ദേഹം രാജകൊട്ടാരത്തിന് സദൃശം ഗംഭീരമായ ഒരു മന്ദിരത്തിൻ്റെ പുറംതിണ്ണയിൽ ഇരിപ്പുറപ്പിച്ചു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പരിസരങ്ങളെപ്പോലും മറന്നുള്ള ഗാഠനിദ്രയിൽ ആമഗ്നനാകുകയും ചെയ്തു. ആ ബംഗ്ലാവ് പരമഭക്തയായ മന്ദാകിനി എന്ന ഒരു ദാസിയുടെ വകയായിരുന്നു. അലങ്കാരവല്ലി എന്ന അന്വർത്ഥനാമത്താൽ കൂടി അറിയപ്പെട്ടിരുന്ന അവൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിത്യവും പ്രാർത്ഥനാവേളയിൽ നൃത്തം നടത്തി വന്നു. പതിവ് പോലെ ക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞ് രാത്രി വളരെ വൈകിയതിനു ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടുവാതിൽക്കലെത്തിയപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണ യുവാവ് ബോധം കെട്ട നിലയിൽ നിശ്ചലനായി കിടക്കുന്നത് കണ്ടു. അഗാധമായ ശ്വാസോച്ഛ്വാസമല്ലാതെ ആ ശരീരത്തിൽ ജീവനുണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം അയാൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ദാസിയെങ്കിലും പരമഭക്തിയായിരുന്ന അവൾ തൽക്ഷണം ഭിഷഗ്വരനെ ആളയച്ചു വരുത്തി. ഒരു തരുകാണ്ഡം പോലെ നിശ്ചലനായി കിടന്നിരുന്ന ബ്രാഹ്മണ യുവാവിനെ വൈദ്യശാസ്ത്ര മുറപ്രകാരമുള്ള പരിശോധനകൾ നടത്തിയ ശേഷം വൈദ്യൻ പറഞ്ഞു, അമ്മ, ഇദ്ദേഹം ഏതോ നല്ല കുലത്തിൽ ജനിച്ചവനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആഹാരം കഴിക്കുകയോ ജലപാനം ചെയ്യുകയോ ചെയ്തിട്ട് കുറഞ്ഞത് 6 മാസമെങ്കിലും ആയിരിക്കണം. അത്രയ്ക്കും ക്ഷീണിതനും അവശനുമായി തീർന്ന് ബോധം കെട്ട് കിടക്കുകയാണ് അയാൾ. ഉടൻ വേണ്ട ആഹാരവും ഔഷധവും കൊടുത്ത് ഉചിതമായ ശുശ്രൂഷകൾ നടത്തിയില്ലെങ്കിൽ അയാൾ മരിച്ചു പോകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അയാളുടെ സ്ഥിതി അത്രയ്ക്ക് ആപൽക്കരമായി തീർന്നിരിക്കുകയാണ്. അല്ലയോ വൈദ്യരെ, ഞാൻ ഇനി എന്ത് ചെയ്യും? അയാളെ ഉണർത്തുന്നതിന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒരേ കിടപ്പ്. അയാളെ രക്ഷപ്പെടുത്തുവാൻ ഒരു മാർഗവുമില്ലേ? ഭയപ്പെടേണ്ട, അഥവാ ഭയപ്പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? എന്നാലാവും വിധം ഞാൻ ചികിത്സിച്ച് നോക്കാം. ഞാൻ ഉടൻ തന്നെ വൈദ്യശാലയിലേക്ക് പോയി ഒരു രസായനം കൊടുത്തയക്കാം. അത് ദിവസം 3 പ്രാവശ്യം വീതം അയാളുടെ ശരീരത്തിൽ ആസകലം പുരട്ടി മൃദുവായി തിരുമണം. ഈ ചികിത്സ 8 ദിവസം നടത്തണം. അതിൻ്റെ ഫലമായി
രസായനത്തിൻ്റെ വീര്യം രോമകൂപത്തിലൂടെ അയാളുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് പൂർണ്ണസുഖം നൽകും. അവൾ ഫിഷക്കുരനോട് നന്ദി പറഞ്ഞ് തൻ്റെ വിശ്വസ്ത ചേടിയെ വിളിച്ച് വൈദ്യരുടെ കൂടെ അയച്ചു. രോഗിയെ ഉടൻ തന്നെ വീട്ടിനുള്ളിലാക്കി ഒരു മെത്തയിൽ ശയിപ്പിച്ചു. വൈദ്യൻ നിർദ്ദേശിച്ച പ്രകാരം അവൾ അയാളെ 8 ദിവസവും അഹോരാത്രം ശുശ്രൂഷിച്ചു. ഏവം വിധമുള്ള ശുശ്രൂഷയുടെയും ഔഷധപ്രയോഗത്തിൻ്റെയും ഫലമായി 8-ാം ദിവസം കഴിഞ്ഞപ്പോൾ രോഗി സാവധാനം എഴുന്നേറ്റിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പൂർവാധികം തേജസ്വിയായി തീർന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിലെ തൻ്റെ ദേശാടനം, സംഭ്രമജനകവും വിസ്മയാവഹവുമായ അനുഭൂതികൾ, ബ്രഹ്മരക്ഷസുമായുള്ള സഹവർത്തിത്വം മുതലായവയുടെ സ്മരണകൾ മിന്നൽ പിണരിൻ്റെ വേഗതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ചിത്തത്തിലൂടെ പാഞ്ഞു. തൽക്ഷണം അവിടം വിട്ടകലുവാൻ അദ്ദേഹത്തിന് ചിത്തം പിടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉദ്യമം ഗ്രഹിച്ച മന്ദാകിനി അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ യുവാവേ, അങ്ങയുടെ സംരംഭം എന്താണ്? മാരകമായ ശാരീരിക അസ്വാസ്ഥ്യത്തിൽപ്പെട്ട് അവശനായി കിടന്നിരുന്ന അങ്ങയെ ഞാൻ രാപ്പകൽ ശുശ്രൂഷിച്ച് ജീവാപായത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. എന്നിട്ട് എന്നോടൊരു നന്ദി വാക്ക് പറയുവാനുള്ള മര്യാദ പോലും അങ്ങേക്കുണ്ടായില്ല. ഇപ്പോൾ പൂർണ്ണ സുഖം പ്രാപിച്ചപ്പോൾ ഇവിടെ നിന്ന് പലായനം ചെയ്യാനാണ് ഉദ്യമം. ഏറ്റവും ഉചിതമായിരിക്കുന്നെന്ന് സമ്മതിച്ചേ തീരൂ. ബ്രാഹ്മണ യുവാവ് ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. എങ്ങനെയെങ്കിലും എത്രയും വേഗം അവിടെ നിന്ന് പലായനം ചെയ്യുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. പക്ഷേ മന്ദാകിനി അയാളെ അവിടെ നിന്ന് നിഷ്ക്രമിക്കുവാൻ ഒരു വിധത്തിലും അനുവദിച്ചില്ല. എന്താ, ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നല്ലോ? അവൾ പകുതി അർത്ഥഗർഭമായും പകുതി പരിഹാസമായും ചോദിച്ചു. അതേ മന്ദാകിനി, ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് മാസങ്ങൾ പലതായില്ലേ. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണാൻ ആഗ്രഹമില്ലാതെ ഇരിക്കുമോ? ഭവതിയുടെ നിതാന്ത ശുശ്രൂഷയുടെ ഫലമായി ഞാൻ പൂർണ്ണസുഖം പ്രാപിച്ചു. ഇനിയെങ്കിലും നാട്ടിലേക്ക് മടങ്ങാതിരിക്കുന്നത് എത്ര വലിയ അനൗചിത്യമായിരിക്കും. ഹോ, സരസമായ പദപ്രയോഗം! ആസന്ന മരണനായി കിടന്ന അവസരത്തിൽ ഉറ്റവരും ഉടയവരുമൊക്കെ എവിടെയായിരുന്നോ? എന്നാൽ ഞാൻ ഖണ്ഡിതമായി പറയുന്നു, അങ്ങയെ ഇപ്പോൾ ഇവിടെ നിന്ന് അയക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? ഭവതിയോട് ഞാൻ എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു. സമ്മതിക്കാം. പക്ഷേ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ എനിക്കുള്ള പരിപൂർണ സ്വാതന്ത്ര്യം തടയുവാൻ ആർക്കും അവകാശമില്ല. അതിന് ആരും പരിശ്രമിക്കുന്നത് ശരിയുമല്ല. ഭവതി എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഏതവസരത്തിലും പ്രത്യുപകാരം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ചോദിച്ചു കൊള്ളുകയേ വേണ്ടൂ. അതിന് തക്ക സന്ദർഭം വരട്ടെ, അപ്പോൾ ചോദിച്ചു കൊള്ളാം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ അങ്ങയെ നിരന്തരം ശുശ്രൂഷിച്ച് മരണവക്രത്തിൽ നിന്ന് രക്ഷിച്ച് പൂർണ്ണ ആരോഗ്യവാനായി തീർത്തത് യാതൊരു സ്വാർത്ഥോദ്ദേശവുമില്ലാതെ ആണെന്നായിരിക്കും അങ്ങ് കരുതുന്നത്. എന്നാൽ ഞാൻ പറയാം, സ്ത്രീ സഹജമായ ലജ്ജയും സങ്കോചവും നീക്കിവെച്ച് തുറന്നു തന്നെ പറയാം, ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ശിവശിവ! ബ്രാഹ്മണൻ കരാങ്കുലികൾ കൊണ്ട് ചെവി രണ്ടും പൊത്തി ഉച്ചരിച്ചു. അല്ലയോ സ്ത്രീരത്നമേ, ഭവതിയെ വിവാഹം കഴിക്കത്തക്ക യാതൊരു യോഗ്യതയും എനിക്കില്ല. അപ്രകാരം ഒരു നിമിഷം ചിന്തിക്കുന്നത് പോലും തുലോം അപഹാസ്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളൊന്നും അവൾക്ക് സ്വീകാര്യമായില്ല. നിഷ്കാമ കർമ്മത്തിൻ്റെയും സമസൃഷ്ടി സേവനത്തിൻ്റെയും മഹത്വത്തെപ്പറ്റി അദ്ദേഹം ഏറ്റവും വാചാലതയോടുകൂടി പ്രഭാഷണം നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളൊന്നും പ്രേമാതുരിയായി തീർന്നിരുന്ന അവളുടെ കർണങ്ങളിൽ ഏശിയില്ല. നിഷ്കാമ കർമ്മം ഒരു ആദർശം മാത്രമാണ് പ്രഭു. സമസൃഷ്ടി സേവനം പവിത്രമായ ഒരു കർത്തവ്യവും, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ നിഷ്കാമ കർമ്മവും സമസൃഷ്ടി സേവനവുമെല്ലാം ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കാനുള്ള പാതകളല്ലെന്ന് അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് തുറന്ന മനസ്സോടുകൂടി എൻ്റെ നിവേദനം ശ്രവിച്ചാലും. എനിക്കിപ്പോൾ വയസ്സ് 22 കഴിഞ്ഞിരിക്കുന്നു. സകല സുഹാനുഭൂതികളും വിലയ്ക്ക് വാങ്ങുവാനുള്ള സ്വത്ത് എനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിത സഹാവിന് ഐഹിക നിർവൃതി അരുളുവാനുള്ള ആരോഗ്യവും അനുഭോക്താവിനെ ഒരിക്കലും ചെടുപ്പിക്കാത്ത സൗന്ദര്യവും. സുകുമാര കലകളിൽ ഞാൻ ഏതൊരു ദേവകന്യകയെയും അസൂയപ്പെടുക്കത്തക്ക പ്രാവീണ്യം ആർജിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെയും ഞാൻ ഭർത്തുമതിയായിട്ടില്ല. സകല യോഗ്യതകളും തികഞ്ഞ പല യുവാക്കളും എൻ്റെ പാണിഗ്രഹണം കൊതിച്ച് അതിലേക്ക് നേരിട്ടും ദൂതന്മാർ മുഖാന്തരവും എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരിൽ ആരിലും എൻ്റെ ഹൃദയം ലയിച്ചില്ല. അവിവാഹിതയായി സ്വതന്ത്ര ജീവിതം നയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം.
പക്ഷേ അങ്ങയെ കണ്ട നിമിഷം മുതൽ ഞാൻ അപഹൃത ചിത്തവൃത്തയായി തീർന്നിരിക്കുന്നു. അങ്ങയിൽ ജീവിതാർപ്പണം ചെയ്ത് സർവ്വവിധ സുഖാനുഭോഗങ്ങളും ആസ്വദിച്ച് രമിക്കണമെന്ന് ഞാൻ തീവ്രമായി അഭിലഷിക്കുന്നു. ഞാൻ ജീവിതത്തിൽ കാംക്ഷിക്കുന്ന സകലതും അങ്ങയിൽ കണ്ടെത്തുന്നതോടൊപ്പം അങ്ങയുടെ ജീവിതം സ്വർഗതുല്യം പരമാനന്ദപ്രദായമാക്കുവാൻ എനിക്ക് സാധ്യമാകുമെന്ന് അങ്ങ് ദൃഢമായി വിശ്വസിച്ചാലും നമുക്ക് രതിമന്മഥന്മാരെ പോലെ ആയുശിഷ്ടം ആനന്ദിച്ച് നിർവൃത്തി കൊള്ളാം. അങ്ങ് ഈ എളിയദാസിയെ, അങ്ങയുടെ നിതാന്ത ശുശ്രൂഷയെ നിഷ്കരുണം ഉപേക്ഷിക്കരുതേ, അരുതേ. വിദ്യാസാഗരൻ ധർമ്മസങ്കടത്തിലായി. കുറേ സമയം ഗാഠചിന്തയിൽ ആമഗ്നനായിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, ഭവതിയുടെ അപേക്ഷ എന്നെ ഏറ്റവും വിഷാദിപ്പിക്കുന്നു. അതിൻ്റെ ഗൗരവം ഭവതി അറിയുന്നില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഒരു വിധത്തിലും എനിക്ക് അത് സ്വീകരിക്കാൻ നിർവാഹമില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ? അവൾ ഉദ്വേഗത്തോടുകൂടി ആരാഞ്ഞു. എന്നെ കൈക്കൊള്ളുന്നതിൽ അങ്ങയ്ക്ക് എന്ത് തടസ്സമാണുള്ളത്? ഞാൻ കൂടെ അറിയട്ടെ. എന്തായിരുന്നാലും നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് ദൃഢമായി വിശ്വസിച്ചാലും യുവാവ് പ്രതിവചിച്ചു. ധർമ്മശാസ്ത്രങ്ങളും ലോകനീതിയും നാം തമ്മിലുള്ള ബന്ധത്തിന് വിഘാതമായി നിലകൊള്ളുന്നു. ഞാൻ ജാതിയിൽ ബ്രാഹ്മണനാണ്. ഇതേവരെ വിവാഹം കഴിച്ചിട്ടില്ല. നിഷ്കൃഷ്ടമായ ബ്രഹ്മചര്യം പരിരക്ഷിച്ചു വരികയും ചെയ്യുന്നു. ഭവതിയാകട്ടെ ശൂദ്രജാതിയിൽ പിറന്നവൾ. ബ്രാഹ്മണൻ ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ധർമ്മശാസ്ത്രങ്ങളും ആചാരവിധികളും അനുവദിക്കുന്നില്ല. അഥവാ നിർബന്ധമെങ്കിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യജാതികളിൽ നിന്ന് ഓരോ കന്യകകളെ വിവാഹം കഴിച്ചതിന് ശേഷം ശൂദ്രജാതിയിൽ പിറന്ന ഭവതിയെ വിവാഹം കഴിക്കണം. അത് എത്രയ്ക്ക് അനുചിതമായിരിക്കുമെന്ന് ബുദ്ധിമതിയായ ഭവതി ചിന്തിച്ചു നോക്കിയാലും ഇനി താദൃശ ചിന്തകൾ വെടിഞ്ഞ് നാം തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെയും അതിൽ നിന്ന് ഭവതിക്ക് എന്ത് സായുജ്യമാണ് ലഭിക്കുവാനുള്ളത്? സ്വാപത്ന്യ പരാഭവമായിരിക്കേയില്ലേ അതിൻ്റെ അനന്തരഫലം? അദ്ദേഹം എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്ന മട്ട് കണ്ടില്ല. അഥവാ പ്രേമജ്വരം ഇതിനകം അവളെ പൂർണ്ണമായും അവശയാക്കി തീർത്തിരുന്നു. അവൾ പറഞ്ഞു, ശരി, അതിനും നമുക്ക് പരിഹാരമുണ്ട്. നമുക്ക് നമ്മുടെ സങ്കടം രാജസന്നിധിയിൽ ബോധിപ്പിക്കാം. ധർമ്മശാസ്ത്ര വിശാരദനും നീതിശാസ്ത്ര നിപുണനുമായ അദ്ദേഹം തീർച്ചയായും ഇക്കാര്യത്തിൽ ഉഭയകക്ഷികൾക്കും സ്വീകാര്യമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് തീർച്ച. അനന്തരം ബ്രാഹ്മണ യുവാവിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കാതെ അവൾ അയാളെ പിടിച്ചു വലിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാജാവിൻ്റെ തീർച്ചയ്ക്കായി തൻ്റെ ഒരു നിവേദനം ഒരു സങ്കടത്തിൻ്റെ രൂപത്തിൽ രാജസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഉടൻ തന്നെ രാജാവ് ആലോചനാ സഭ കൂടി അവളുടെ നിവേദനം പരിഗണനയ്ക്കെടുത്തു. മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, വൈദിക ശ്രേഷ്ഠന്മാർ മുതലായവരെല്ലാം സദസ്സിൽ ഹാജരായിരുന്നു. രാജകീയ ആഹ്വാനം അനുസരിച്ച് ബ്രാഹ്മണ യുവാവും അവിടെ സന്നിഹിതനായി. അദ്ദേഹത്തിൻ്റെ ബഹുമുഖമായ പാണ്ഡിത്യവും സ്വഭാവശുദ്ധിയും രാജാവിനെയും സദസ്യരെയും ആകമാനം വശീകരിച്ച് അവരിൽ ഒരു പ്രത്യേക പ്രീതി ഉളവാക്കി. നിവേദനത്തിൻ്റെ നാനാവശങ്ങളെയും പറ്റി കൂലങ്കഷമായി പരിചിന്തനം ചെയ്ത ശേഷം രാജാവ് ഇപ്രകാരം ഒരു തീർപ്പ് കൽപ്പിച്ചു. വിദ്യാസാഗരൻ ബഹുമാന്യനും നീതിനിരതനുമാണെന്ന് നമുക്ക് തികച്ചും ബോധ്യപ്പെട്ടിരിക്കുന്നു. മന്ദാകിനിയുടെ നിവേദനമാകട്ടെ ഒരു തരത്തിലും ധർമ്മശാസ്ത്ര വിരുദ്ധവുമല്ല. അത് സാധിച്ചു കൊടുക്കേണ്ടത് കേവല നീതി മാത്രമാണ്. പിന്നെ അവരുടെ വിവാഹത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത് ബ്രാഹ്മണ വിവാഹത്തെ സംബന്ധിച്ചുള്ള ധർമ്മശാസ്ത്ര സിദ്ധാന്തമാണ്. അതിനെക്കുറിച്ച് കുലഗുരുവായ പുരോഹിത ശ്രേഷ്ഠനായ വേദാചാര്യൻ്റെ അഭിപ്രായം നാം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം വൈദിക ബ്രാഹ്മണനുമാണല്ലോ. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജാവിനെ ഭക്തി പുരസ്സരം വന്ദിച്ചു. സദസ്യരെയും ആലോകനം ചെയ്ത ശേഷം പറഞ്ഞു, പ്രഭു, ഈ ബ്രാഹ്മണ യുവാവിന് ഒരു ബ്രാഹ്മണ കന്യകയെയും ഒരു ക്ഷത്രിയ കന്യകയെയും ഒരു വൈശ്യ കന്യകയെയും വിവാഹം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു ശൂദ്ര കന്യകയെ വിവാഹം കഴിക്കാം. അത് ധർമ്മശാസ്ത്ര വിരുദ്ധമല്ല. ഇതല്ലാതെ ഈ പ്രശ്നത്തിന് വേറൊരു പരിഹാരമാർഗവുമില്ല. രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളുടെ തീരുമാനം നമുക്ക് തികച്ചും തൃപ്തികരമായിരിക്കുന്നു. നമ്മുടെ വാത്സല്യപുത്രിയെ സർവ സൽഗുണ നിധിയെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ തോന്നിപ്പിക്കുന്ന ഈ ബ്രാഹ്മണ യുവാവിന് വിധിപ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കാൻ നാം സമ്മതിച്ചിരിക്കുന്നു. വേദാചാര്യർ വൈദിക ബ്രാഹ്മണനാണല്ലോ. അദ്ദേഹം തൻ്റെ പുത്രിയെയും വൈശ്യനായ എൻ്റെ ഉത്തമ സ്നേഹിതൻ സോമശേഖരൻ സ്വപുത്രിയെയും കൂടി അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കട്ടെ. അതിനുശേഷം
ധർമ്മശാസ്ത്ര വിധികൾക്ക് യാതൊരു ഭംഗവും കൂടാതെ ഇദ്ദേഹത്തിന് മന്ദാകിനിയെ വിവാഹം കഴിക്കുകയും ചെയ്യാം. സദസ്യർ ഏകകണ്ഠമായി ആ അഭിപ്രായത്തോട് യോജിച്ചു. എന്നിട്ടും സദാചാര നിരതനായ ബ്രാഹ്മണ യുവാവിന് തൃപ്തി വന്നില്ല. ആദർശത്തിനും സദാചാരത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന താൻ ബഹുഭാര്യാവ്രതക്കാരനാകുക, വേലി തന്നെ വിളവ് തിന്നുക, അദ്ദേഹത്തിന് അതേപ്പറ്റി ചിന്തിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ഒടുവിൽ രാജാവ് തന്നെ സമയോചിതമായ ഉപദേശങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മാനസാന്തരം വരുത്തി. അടുത്ത മുഹൂർത്തത്തിൽ രാജപുത്രിയായ കലാവതി, കല്യാണി, മന്ത്രിയുടെ പുത്രിയായ മാലതി, ചിത്രലേഖ, കുലപതിയുടെ പുത്രി സുമംഗല, കോമളാംഗി, ശൂദ്രജാതിയിൽ പിറന്ന അലങ്കാരവല്ലി, മന്ദാകിനി എന്നീ ചാതുർവർണ്ണ്യങ്ങളിൽപ്പെട്ട കന്യകകളെ വിദ്യാസാഗരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ നിശ്ചയിച്ചിരുന്ന വിവരം രാജാവ് നിറസദസ്സിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാജകീയ കൽപ്പന അനുസരിച്ച് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ വിവാഹങ്ങൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു. രാജധാനി മുഴുവൻ അതിമനോഹരമാം വണ്ണം അലങ്കരിക്കപ്പെട്ടു. ഇക്കാര്യത്തിൽ പ്രജാവലി ഒരു കിടമത്സരം തന്നെ നടത്തി രാജ്യത്തിലെങ്ങും അത്യാഡംബരപൂർവകമായ ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതി ഉളവാക്കി. മുഹൂർത്ത സമയം അടുത്തു. ചക്രവർത്തിയുടെ പ്രതാപം വിളിച്ചറിയിക്കുന്ന ആചാരവെടികൾ 8 ദിക്കും പൊട്ടുമാർ മുഴങ്ങി. വിവാഹ മുഹൂർത്തം സമാഗതമായി. നവവരനായ വിദ്യാസാഗരൻ സർവാലങ്കാര വിഭൂഷിതനായി വിവാഹമണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ദിവ്യ സൗന്ദര്യത്തിൻ്റെ തേജപുഞ്ചങ്ങളായ നവവധുക്കളും ചെടികളുടെ അകമ്പടിയോടുകൂടി മണ്ഡപത്തിൽ പ്രവേശിച്ച് ഗുരുജനങ്ങളെ വന്ദിച്ച് യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. അങ്ങനെ പുണ്യം വിളയുന്ന ശുഭമുഹൂർത്തത്തിൽ വേദശാസ്ത്ര പണ്ഡിതനായ പുരോഹിതൻ്റെ കാർമ്മികത്വത്തിൽ പൗരാവലിയുടെ ഹൃദയംഗമമായ ഹർഷാരവങ്ങളുടെയും ആശീർവാദങ്ങളുടെയും മധ്യത്തിൽ വിദ്യാസാഗരൻ 4 കന്യകകളെയും യഥാക്രമം പാണിഗ്രഹണം ചെയ്തു. രാജാവ് നവവരന് അമൂല്യങ്ങളായ അനവധി പാരിതോഷികങ്ങളും മറ്റ് വിശിഷ്ട വിഭവങ്ങളും അത്യുദാരമായി നൽകി. അടുത്ത ശുഭമുഹൂർത്തത്തിൽ വിദ്യാസാഗരൻ തൻ്റെ 4 വധുക്കളും പരിവാരങ്ങളും ഒന്നിച്ച് സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ വിദ്യാസാഗരൻ ബ്രഹ്മചര്യം വിട്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം കൈക്കൊണ്ട് പൂർവവൽ യശസ്വിയും തേജസ്വിയുമായി വിരാജിച്ചു. അദ്ദേഹത്തിന് ആരോടും പരാതിപ്പെടേണ്ട യാതൊരാവശ്യവും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ കാമിതങ്ങളെല്ലാം അദ്ദേഹത്തിന് യഥേഷ്ടം ലഭിച്ചു. കലിംഗരാജൻ്റെ നിർദ്ദേശാനുസാരം പ്രത്യേകം തയ്യാർ ചെയ്തിരുന്ന ഒരു മണിമന്ദിരത്തിലാണ് അദ്ദേഹം തൻ്റെ നവവധുക്കളോടൊന്നിച്ച് പാർത്തു വന്നത്. കാലം കുറെ കടന്നുപോയി. യഥാകാലം ആദ്യ ഭാര്യയായ ബ്രാഹ്മണ സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിക്ക് വരരുചി അഥവാ വല്ലഭൻ എന്ന് പേരിട്ടു. പിന്നെ രണ്ടാമത്തെ പത്നി പ്രസവിച്ചതും ഒരാൺകുട്ടിയെയായിരുന്നു. അതിന് വിക്രമാദിത്യൻ എന്ന് നാമകരണം ചെയ്തു. അനന്തരം വൈശ്യസ്ത്രീയിൽ ജനിച്ച ആൺകുട്ടിക്ക് ഫട്ടി എന്ന് പേര് കൊടുത്തു. നാലാമത് ദാസിയായ മന്ദാകിനി പ്രസവിച്ച ആൺകുട്ടിക്ക് ഭർത്തഹരി എന്ന് നാമകരണം ചെയ്തു. കുമാരന്മാർ 4 പേരും ഏകോദര സഹോദരന്മാരെ പോലെ വളർന്നു വന്നു. അവരുടെ ജാതകം, ചൗളം മുതലായ കർമ്മങ്ങൾ യഥാകാലം നിർവഹിച്ചു. ശൂദ്രമാതാവിൽ ജനിച്ച ഭർത്തഹരി ഒഴിച്ച് മറ്റു 3 പേരുടെ ഉപനയന കർമ്മവും നടത്തി. ഗുരുകുല വിദ്യാഭ്യാസവും ആയോധന പരിശീലനവും ഒന്നിച്ചു തന്നെ നടന്നു. ബാല്യത്തിൽ തന്നെ അവർ 4 പേരും സകല കലകളിലും ആശ്ചര്യകരമായ പ്രാവീണ്യവും ബുദ്ധിസാമർഥ്യവും പ്രകടിപ്പിച്ചു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ സകല ജനങ്ങളുടെയും കണ്ണിലുണ്ണികളായി തീരുകയും ചെയ്തു. ഇങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയി. കലിംഗ രാജാവ് വിദ്യാസാഗരൻ്റെ ശുശ്രൂഷകനുമായിരുന്ന ശുദ്ധവർമ്മൻ വാർദ്ധക്യം പ്രാപിച്ചു. ആണായിട്ടോ പെണ്ണായിട്ടോ വേറെ സന്താനങ്ങളൊന്നുമില്ലാതിരുന്ന അദ്ദേഹം വിദ്യാസാഗരനെ കലിംഗ രാജാവായി അഭിഷേകം ചെയ്തു. ഏറെ താമസിയാതെ അദ്ദേഹം നാട് നീങ്ങുകയും ചെയ്തു. വിദ്യാസാഗരൻ്റെ ഭരണകാലം കലിംഗ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. രാജ്യഭരണത്തിലും മറ്റ് ലൗകിക വ്യവഹാരങ്ങളിലും തികഞ്ഞ പണ്ഡിതനായിരുന്ന അദ്ദേഹം ശാസ്ത്രവിധികളിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാതെ തികഞ്ഞ നീതിനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മാതൃകാ രാജാവെന്ന് പേര് സമ്പാദിച്ചു. നവമായ പരിതസ്ഥിതികളിൽ യുവരാജാക്കന്മാർ 4 പേർക്കും തങ്ങളുടെ നൈസർഗികമായ കഴിവുകൾ വികസിപ്പിക്കാൻ സുവർണ സന്ദർഭം ലഭിച്ചു. അവർ ഓരോരുത്തരും മറ്റുള്ളവരെ വെല്ലുവിളിക്കുമാറുള്ള സാമർഥ്യവും നയോപായ ചതുരതയും പ്രകടിപ്പിച്ച് വിഖ്യാതരായി തീരുകയും ചെയ്തു.
യഥാകാലം വിദ്യാസാഗരനും വാർദ്ധക്യദശയെ പ്രാപിച്ചു. ആസന്ന മരണനായി കിടക്കുന്ന അദ്ദേഹത്തിന് സമീപം പുത്രന്മാർ 4 പേരും അണഞ്ഞ് ആവും മട്ട് ശുശ്രൂഷിച്ചു. രോഗത്തിന് യാതൊരു ശമനവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ കഠിന ശോകത്തിൽ ആമഗ്നരായി. തങ്ങളുടെ പിതാവ് ഇനി രോഗവിമുക്തനാവുകയില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യം വന്നു. പെട്ടെന്ന് വിദ്യാസാഗരൻ കണ്ണുകൾ വിശാലമായി വിടർത്തി കട്ടിലിൻ തലയ്ക്കൽ നിന്നിരുന്ന തൻ്റെ പുത്രന്മാരുടെ മുഖങ്ങൾ ചിന്താപരവശതയോടുകൂടി ആലോകനം ചെയ്തു. ഏതോ ദൈവികമായ പ്രചോദനത്താൽ എന്നവണ്ണം അദ്ദേഹം ഭർത്തൃഹരിയുടെ മുഖത്ത് തൻ്റെ ദൃഷ്ടികൾ പതിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ ബാഷ്പം അണകടന്നൊഴുകി. തൻ്റെ മരണാനന്തരം ശൂദ്ര സ്ത്രീയിൽ ജനിച്ച പുത്രനായ ഭർത്തൃഹരി രാജ്യാവകാശമോ രാജകീയ അധികാരങ്ങളോ യാതൊന്നുമില്ലാതെ അനാഥനായി തീരുമല്ലോ എന്ന ചിന്തയാണ് രാജാവിനെ ശോകാകുലനാക്കിയത്. പോരെങ്കിൽ ദാസിയിൽ തനിക്ക് ജനിച്ച പുത്രന് പുത്രസന്താനങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അത് ബ്രാഹ്മണനായ തനിക്ക് നരകഹേതുവായി തീരുമെന്ന സ്മൃതിശാസനവും അദ്ദേഹത്തെ അത്യധികം ക്ലേശിപ്പിച്ചു. ഭർത്തൃഹരിയുടെ പേരിലുള്ള സ്നേഹാധിക്യമാണ് പിതാവിൻ്റെ കണ്ണുനീരിന് ഹേതുവെന്നായിരുന്നു മറ്റു പുത്രന്മാർ സങ്കല്പിച്ചത്. പക്ഷേ കൂർമ്മബുദ്ധിയും പരേങ്കിത ജ്ഞാനികളിൽ അദ്വിതീയനുമായ ഭർത്തൃഹരിക്ക് പിതൃശോകത്തിന് ഹേതു ഊഹിച്ചറിയുവാൻ ഏതും പ്രയാസമുണ്ടായില്ല. അദ്ദേഹം സ്വപിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്ഫുടവും ദൃഢവുമായ സ്വരത്തിൽ പറഞ്ഞു: അഭിവന്ദ്യനായ പിതാവേ, അങ്ങയുടെ മനസ്സിനെ പീഡിപ്പിക്കുന്ന ചിന്ത എന്താണെന്ന് അവിടുത്തെ വാത്സല്യപുത്രനായ ഞാൻ തികച്ചും മനസ്സിലാക്കുന്നു. അങ്ങയുടെ മരണശേഷം ഞാൻ രാജ്യത്തിനു വേണ്ടി എൻ്റെ സഹോദരന്മാരുമായി ശണ്ട കൂടുമോ എന്ന് അങ്ങ് ഭയപ്പെടുക സ്വാഭാവികം മാത്രമാണ്. അതിനു പുറമെ കേവലം ഒരു നർത്തകിയായിരുന്ന ശൂദ്ര സ്ത്രീയിൽ പിറന്ന ഞാൻ വിവാഹം കഴിക്കുകയും അതിൽ എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന പക്ഷം അങ്ങയ്ക്ക് മോക്ഷലബ്ധി നിഷേധിക്കപ്പെട്ടേക്കുമെന്ന് ഭയപ്പെടുന്നതിലും തെറ്റില്ല. എനിക്ക് രാജ്യഭാരത്തിൽ അശേഷം താല്പര്യമില്ല. അതുപോലെ തന്നെ ക്ഷണികങ്ങളും നാശഹേതുക്കളുമായി ലൗകിക സുഖങ്ങളിലും. അതുകൊണ്ട് ഈ പരമപവിത്രമായ സന്നിധാനത്തിൽ വെച്ച് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു: ഞാൻ ആമരണം അവിവാഹിതനായി കഴിയുന്നതാണ്. അതല്ല ഏതെങ്കിലും പ്രലോഭനത്തിൽപ്പെട്ട് അഥവാ രാജ്യശ്രേയസിനെ മാത്രം ലാക്കാക്കി ഞാൻ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി തീർന്നാൽ തന്നെയും എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളാം. ഇത് സത്യം, സത്യം, സത്യം. മഹത്തായ ത്യാഗത്തിൻ്റെ പരമോത്കൃഷ്ടമായ ഈ ബഹിർപ്രകടനം വിദ്യാസാഗരനെ എത്രമാത്രം ആശ്വസിപ്പിച്ചെന്ന് പറയാവതല്ല. അദ്ദേഹം തികഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടി മൃദുവായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൻ്റെ മറ്റു 3 പുത്രന്മാരെയും നോക്കി പറഞ്ഞു: അല്ലയോ വാത്സല്യഭാജനങ്ങളായ അരുമകുമാരന്മാരെ, ഭർത്തൃഹരിയുടെ വാക്കുകൾ നിങ്ങൾ സശ്രദ്ധം ശ്രവിച്ചിരിക്കുമല്ലോ. നിങ്ങളുടെ അമ്മമാരെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ഇടവരുത്തിയത് ഭർത്തൃഹരിയുടെ സുശീലയും ത്യാഗസമ്പന്നയുമായ മാതാവാണെന്ന വസ്തുത നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭർത്തൃഹരിയെ രാജാവായി അഭിഷേകം ചെയ്യണം. പിന്നീട് യഥാവസരം നിങ്ങളിൽ ഓരോരുത്തർക്കും മൂപ്പുമുറയനുസരിച്ച് സിംഹാസനാരോഹണം ചെയ്യുകയുമാവാം. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഭിന്നിക്കരുത്. രാജ്യശ്രേയസ് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ഏക ലക്ഷ്യം. നിങ്ങളുടെ പാവനമായ പ്രതിജ്ഞ നടത്തി എന്നെ മോക്ഷപഥത്തിലേക്ക് യാത്രയാക്കിയാലും. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് വിദ്യാസാഗരൻ്റെ തൊണ്ടയിടറി. അദ്ദേഹത്തിന് കൂടുതൽ ഒരക്ഷരം സംസാരിക്കാൻ സാധ്യമല്ലാത്ത വിധം നാവ് കുഴഞ്ഞു. അങ്ങനെ അല്പസമയം കിടന്ന ശേഷം ആ പുണ്യപുരുഷൻ തികഞ്ഞ പ്രശാന്തതയോടുകൂടി ഇഹലോകവാസം വെടിയുകയും ചെയ്തു. പിതൃകർമ്മങ്ങളെല്ലാം മുറപ്രകാരം നടന്നു. ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച വരരുചി എന്ന മൂത്ത പുത്രനാണ് ദീക്ഷ മുതലായ കർമ്മങ്ങളെല്ലാം നടത്തിയത്. പുല മുതലായ നിഷിദ്ധ ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ ഭർത്തൃഹരി ഒഴിച്ചുള്ള മറ്റു 3 പുത്രന്മാരും കൂടിയാലോചന നടത്തി പിതാവിൻ്റെ അന്ത്യാഭിലാഷം അനുസരിച്ച് ഭർത്തൃഹരിയെ രാജാവായി അഭിഷേകം ചെയ്തു. സർവസൽഗുണനിധിയും ധർമ്മശാസ്ത്ര പാരാവാര പാരംഗതനുമായ ഭർത്തൃഹരിയെ തങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്തു. സർവഗുണനിധിയും ധർമ്മശാസ്ത്ര പാരാവാര പാരംഗതനുമായ ഭർത്തൃഹരിയെ തങ്ങൾക്ക് രാജാവായി ലഭിച്ചതിൽ പ്രജാവൃന്ദം ഒന്നടങ്കം ആഹ്ലാദിക്കുകയും ചെയ്തു. വിദ്യാസാഗരന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച വരരുചി ബാല്യം മുതൽക്ക് തന്നെ വൈദിക ശാസ്ത്ര പഠനത്തിലും തപശ്ചര്യയിലും തൽപരനായിരുന്നു. അതനുസരിച്ച് ഭർത്തൃഹരിയുടെ അഭിഷേകം കഴിഞ്ഞ് ഏറെ താമസിയാതെ അദ്ദേഹം വിശ്രമ ജീവിതത്തിനായി വനാന്തരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ
പ്രസ്തുത നിശ്ചയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ മറ്റു 3 സഹോദരന്മാരും നടത്തിയ പരിശ്രമങ്ങളെല്ലാം ഫലശൂന്യമായി തീർന്നു. ജഡാവൽക്കലധാരിയായ അദ്ദേഹം തപോവനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഭർതൃഹരി 360 സ്ത്രീകളെ വിവാഹം കഴിച്ചു. എന്നിട്ടും അദ്ദേഹം തൻ്റെ പിതാവിനോട് നടത്തിയ പാവനമായ സത്യപ്രതിജ്ഞ പരിരക്ഷിക്കുവാൻ നിതരാം ശ്രദ്ധാലുവായിരുന്നു. സന്തതി ജനിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വേദശാസ്ത്രാനുസാരമായ പ്രതിവിധികൾ അനുവർത്തിച്ചു വന്നു എന്നർത്ഥം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണ താപസൻ രാജകൊട്ടാരത്തിൽ വന്നു ചേർന്നു. അദ്ദേഹം അതിവിശിഷ്ടമായ ഒരു മാതള നാരകപ്പഴം ഭർതൃഹരിയെ കാഴ്ചവെച്ചു. ദേവലോകത്ത് പോയി വരിക പതിവുള്ള തനിക്ക് പ്രസ്തുത കനി സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതാണെന്നും അത് ഭക്ഷിക്കുന്ന ആൾക്ക് ജരാനരകളോ അനാരോഗ്യമോ വരാതെ നിത്യയൗവനം പരിരക്ഷിക്കുവാൻ സാധിക്കുമെന്നും ബ്രാഹ്മണൻ രാജാവിനെ വിശ്വസിപ്പിച്ചു. ഭർതൃഹരി അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് അമൂല്യങ്ങളായ പാരിതോഷികങ്ങൾ നൽകി താപസനെ യാത്രയാക്കി. വിക്രമാദിത്യ കഥകൾ തുടർന്നും കേൾക്കാനായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.